Hello my dear children, welcome to our botany class. Restriction enzymes ആണ് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മളൊരു പോയിന്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കി പോയിന്റ്സ് ആണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ആ ഒരു കട്ടിങ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ളൊരു സ്കെച്ചിലൂടെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് DNA അറ്റ് സ്പെസിഫിക് സീക്വൻസസ് അല്ലേ? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ആ സ്പെസിഫിക് സീക്വൻസസ് എന്ന് പറയുന്നത്? പാലിൻഡ്രോമിക് സീക്വൻസസ് എന്ന് പറയും അല്ലേ? ഇപ്പോൾ നോക്കൂ, ഇത് ഒരു DNA സ്ട്രാൻഡാണ്. ഇതിൻ്റെ അപ്പർ സ്ട്രാൻഡ് ഇതിൻ്റെ ലോവർ സ്ട്രാൻഡാണ്, ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എന്ന് പറയാം. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA. അതിൽ ഒരുപാട് ബേസസ് വരുന്നുണ്ട്. ഇതെല്ലാം ബേസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൻ്റെ സ്പെസിഫിക് സീക്വൻസ് എന്നുള്ളത് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അപ്പോൾ അത് വരുന്ന ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് GAATTC. ഇനി നോക്കൂ, ഈ GAATTC എന്ന് പറയുന്ന സ്പെസിഫിക് സീക്വൻസ് അല്ലെങ്കിൽ പാലിൻഡ്രോമിക് സീക്വൻസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം EcoR1 ആണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. EcoR1 എസ്കരീഷ്യ കോളയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമാണ് അല്ലേ? അപ്പോൾ അത് ഈ DNA സ്കാൻ ചെയ്തിട്ട് ഈ സ്പെസിഫിക് സീക്വൻസിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ രണ്ട് സ്ട്രാൻഡിലും കട്ട് വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം EcoR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം ബൈൻഡ് ചെയ്തു, ഇതിനെ കട്ട് ചെയ്തു. എങ്ങനെ കട്ട് ചെയ്തു? ബിറ്റ്വീൻ G and A ആണ് ഈ സ്ട്രാൻഡിൽ കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും ഏത് ബേസസിൻ്റെ ഇടയിലാണ് കട്ട് ചെയ്യുക? ബിറ്റ്വീൻ G and A അല്ലേ? ബിറ്റ്വീൻ ദ സെയിം ടു ബേസസ് ഓൺ ബോത്ത് സ്ട്രാൻഡ്സ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ആ തിയറി പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ മാത്രമാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഇത് സ്റ്റിക്കി എൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട് അല്ലേ? സ്റ്റിക്കി എൻസ് ഓർ ഓവർ ഹാങ്ങിങ് എൻസ് എന്ന് പറയും. ഒന്ന് കുറച്ചൊന്ന് പുറകിലോട്ട് വലിഞ്ഞും ഒന്ന് കുറച്ചൊന്ന് മുമ്പിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുള്ള രീതിയിലുമാണ് എവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാൻഡ് വരുന്നത് അല്ലേ? അതേമാതിരി തന്നെ ഈ ഒരു സ്ട്രാൻഡ് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കി എൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ആരുടെ കട്ടിങ് വരുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ ഇതാണ് ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. രണ്ട് സ്ട്രാൻഡിലും കട്ട് വരുത്തും ബിറ്റ്വീൻ ദി സെയിം ടു ബേസസ് ഓൺ ബോത്ത് സ്ട്രാൻഡ്സ് പ്രൊഡ്യൂസിങ് സ്റ്റിക്കി എൻസ്. നോക്കൂ, അതേ GAATTC എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് സീക്വൻസിൽ EcoR1 കട്ട് ചെയ്യുന്ന ചിത്രം നമുക്കൊന്നും കൂടി നോക്കാം. EcoR1 റെസ്ട്രിക്ഷൻ എൻസൈം സ്പെസിഫിക് സീക്വൻസിൽ കട്ട് ചെയ്യുന്നു ബിറ്റ്വീൻ G and A. ഈ സ്ട്രാൻഡിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ G and A, ജിക്കും എക്കും ഇടയിൽ തന്നെ കട്ട് ചെയ്യുന്നു. മോളിക്കുലാർ സിസേഴ്സ് ആണ് അല്ലേ? അതുകൊണ്ട് ആ സിസേഴ്സിൻ്റെ ഒരു രൂപം അവിടെ കാണിച്ചിരിക്കുകയാണ്. നോക്കൂ, അതിൽ നിന്ന് ഫോം ചെയ്യുന്നത് സ്റ്റിക്കി എൻസ് ആണ്. നോക്കൂ, ഈ ഒരു സ്ട്രാൻഡ് ഇങ്ങനെയും അപ്പർ സ്ട്രാൻഡിൽ ഇത് കട്ട് ചെയ്തപ്പോൾ ഈ ഒരു പോർഷൻ വരുന്ന രീതിയിലുമാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിനെയാണ് സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ പറഞ്ഞ ഈ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്ക് പറയാം ഈ വെക്റ്റർ DNA എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് ഫോറിൻ DNA ആണ്. അപ്പോൾ രണ്ട് കളറും ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്. അപ്പോൾ വെക്റ്റർ DNA ആൻഡ് ഫോറിൻ DNA. വെക്റ്റർ DNA എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ വെക്റ്റർ ഏതാണ്? പ്ലാസ്മിഡ് ആണ്. ഇപ്പോൾ ഫോറിൻ DNA എന്ന് പറയുന്നത് ഈ പ്ലാസ്മിഡ് DNA യിലേക്ക് അല്ലെങ്കിൽ വെക്റ്റർ DNA യിലേക്ക് നമുക്ക് ഒട്ടിച്ച് ചേർക്കേണ്ട ലിഗേറ്റ് ചെയ്യേണ്ട
DNA ആണ് ഫോറിൻ DNA എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നോക്കൂ, ഈ വെക്റ്റർ DNA അതേമാതിരി തന്നെ ഫോറിൻ DNAയെയും നമ്മൾ ഒരേ എൻസൈം കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. ദ എൻസൈം കട്ട്സ് ബോത്ത് DNA strands at the same site എന്ന് പറയുന്നത് ഇതാണ്. ബിറ്റ്വീൻ എക്ക് ഇടയിലാണ് അപ്പർ സ്ട്രാൻഡിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ജിക്കും എക്കും ഇടയിലാണ്. അതേമാതിരി തന്നെയാണ് ഈ ഫോറിൻ DNAയിലും GAATTC എന്ന് പറയുന്ന സ്പെസിഫിക് സീക്വൻസ് EcoR1 കട്ട് ചെയ്യുമ്പോൾ ജിക്കും എക്കും ഇടയിലാണ് അപ്പർ സ്ട്രാൻഡിൽ കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ കട്ട് ചെയ്യുന്നതും ഏതിൻ്റെ ഇടയിലാണ്? ജിക്കും എക്കും ഇടയിലാണ്. അപ്പം നോക്കൂ, രണ്ട് DNAയെയും വെക്റ്റർ DNAയെയും ഫോറിൻ DNAയെയും കട്ട് ചെയ്യുന്നത് ഒരേ എൻസൈം കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരേ എൻസൈം കൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്? നോക്കൂ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്ന് ഈ വെക്റ്റർ DNA കട്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കി എൻഡാണിത്, അല്ലേ? GA എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രാൻഡിൻ്റെ പോർഷൻ മാറിപ്പോയി. അപ്പോൾ ഇവിടെ ജിയുടെ പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇവിടെ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ജിയുടെ സ്ട്രാൻഡിൻ്റെ പോർഷനാണ് പോകുന്നത്. അപ്പോൾ ബാക്കി ഈ CTTA വരുന്ന രീതിയിലുള്ള, അപ്പോൾ ആ ബാക്കി സ്ട്രാൻഡിൻ്റെ പോർഷൻ മുറിഞ്ഞു പോയി എന്നുള്ളതാണ്. അതേമാതിരി തന്നെ ഫോറിൻ DNA ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇടയിൽ ജിക്കും എക്കും ഇടയിൽ കട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ ജിയുടെ പോർഷൻ അങ്ങ് പോയി ഈ പോർഷൻ വരുന്ന സ്ട്രാൻഡിൻ്റെ ഭാഗം അങ്ങ് പോയിട്ട് AAATTC ഇങ്ങനെയുള്ള പോർഷൻ കണ്ടിന്യൂ ചെയ്തു വരികയാണ്. ഇനി ഇവിടെ ഈ ലോവർ സ്ട്രാൻഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ജിക്കും എക്കും ഇടയിൽ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ അങ്ങ് പോയി, അല്ലേ? അപ്പോൾ ഇവിടെ ജി മാത്രമായിട്ട് ഇങ്ങനെ ഉള്ള ആ ഒരു പോർഷൻ വരികയാണ്. അപ്പോൾ ഇത് സ്റ്റിക്കി എൻഡാണ്, ഇവിടെയും സ്റ്റിക്കി എൻഡാണ്. നിങ്ങൾ നോക്കൂ, ഈ രണ്ട് സ്റ്റിക്കി എൻഡ്സും ജോയിൻ ചെയ്യുക വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്ടാണിത്. GAATTC, അല്ലേ? GAATTC ആണ്. അപ്പോൾ ഈ ജി കഴിഞ്ഞിട്ടുള്ള പോർഷൻ AATT ഇവിടെ വരുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ GAATT ബാക്കി C ഇവിടെ വരുന്നുണ്ട്. ഇനി ഇത് നോക്കൂ, ഈ ഒരു വെക്ടറിനോട് കൂടി ഇതൊരു ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം CTTA ഇവിടെ ഉണ്ട്, ബാക്കി പോർഷൻ ആയിട്ടുള്ള ജി ഈ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ രണ്ടിനെയും കൂടി കൊണ്ടുവന്ന് ലിഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി പെട്ടെന്ന് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് ഇത് ലിഗേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് എന്തിലൂടെ പറയുന്നത്? വെക്റ്റർ DNAയെയും അതേമാതിരി തന്നെ ഫോറിൻ DNAയെയും നമ്മൾ ഒരേ എൻസൈം കൊണ്ട് കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരാം, ഇപ്പോൾ ഫോറിൻ DNAയിൽ ഈ പറയുന്ന സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്, നമ്മൾ GAATTC എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ സീക്വൻസ് കട്ട് ചെയ്യാനുള്ള എൻസൈമിനെ നമ്മൾ ഉപയോഗിച്ചു, അത് EcoR1 ആണ്. അത് സ്വാഭാവികമാണ്, അല്ലേ? അതായത് നമ്മൾക്ക് ഒട്ടിച്ച് ചേർക്കേണ്ട ഫോറിൻ ജീനിൽ ഏത് സ്പെസിഫിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഏത് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈമിനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അപ്പോൾ വെക്റ്റർ DNAയിലും എങ്ങനെ അങ്ങനെയുള്ള സീക്വൻസുകൾ വരുന്നു എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരാം. അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്നത് പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡിന് സ്വന്തം റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ കുറച്ച് ജീനുകളെ അതിലുള്ളൂ. നമ്മൾക്ക് കൈകാര്യം ചെയ്യാം പ്ലാസ്മിഡിനെ, അതായത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ജീനുകളെ പ്ലാസ്മിഡിൽ നമ്മൾക്ക് തുന്നിച്ചേർക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, അപ്പോൾ പ്ലാസ്മിഡിനെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്ലാസ്മിഡിലേക്ക് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് ചേർക്കേണ്ട രീതി വരുമ്പോൾ ആ വെക്റ്റർ DNAയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഈ ഫോറിൻ DNA വരുന്ന തരത്തിലുള്ള സ്പെസിഫിക് സീക്വൻസ് ഉള്ള പാലിൻഡ്രോമിക് സീക്വൻസ് വരുന്ന ടൈപ്പ് ജീന് അല്ലെങ്കിൽ വരുന്ന സീക്വൻസുകളെ നമ്മൾ ഏതിലും ഉപയോഗിക്കുകയാണ്? വെക്റ്റർ DNA ഉപയോഗിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് പിന്നീട് ആ വെക്റ്റർ DNA നമ്മൾ EcoR1 വെച്ച് കട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ ഫോറിൻ DNAയും EcoR1 വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോറിൻ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന EcoR1 വെക്റ്റർ DNA കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന തരത്തിലുള്ള സ്പെസിഫിക് പാലിൻഡ്രോമിക് സീക്വൻസുകൾ വരുന്ന രീതിയിലുള്ള ജീനുകൾ നമ്മൾ ഏതിൽ കൊടുത്തിരിക്കണം? വെക്റ്റർ DNA കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത് രണ്ടും ഒരേ എൻസൈം കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുകയും അങ്ങനെ ഇത് സ്റ്റിക്കി എൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ സ്റ്റിക്കി എൻസ് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാനുള്ളൊരു കണ്ടീഷൻ നമ്മൾക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെക്റ്റർ DNA ആൻഡ് ഫോറിൻ DNA ഒരേ എൻസൈം കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ എങ്ങനെ വരുള്ളൂ? സ്റ്റിക്കി എൻസ് വരുള്ളൂ. ആ സ്റ്റിക്കി എൻസ് നമ്മൾക്ക് ജോയിൻ ചെയ്യാനുള്ള തരത്തിലുള്ള സ്റ്റിക്കി എൻസ് ആയിട്ട് ഫോം ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ കട്ടിങ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതിയത് കാണാം. EcoR1 cuts the DNA between bases G and A only when the sequence GAATTC is present in the DNA. EcoR1 GAATTC എന്ന് പറയുന്ന സ്പെസിഫിക് സീക്വൻസിനെ തിരിച്ചറിഞ്ഞാൽ അത് ഏതിൻ്റെ ഇടയിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ? ജിക്കും എക്കും ഇടയിലേ കട്ട് ചെയ്യുള്ളൂ. ഇവിടെയും ജിക്കും എക്കും ഇടയിലേ കട്ട് ചെയ്യുള്ളൂ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്റ്റർ DNAയെയും ഫോറിൻ DNAയെയും നമ്മൾ ഒരേ എൻസൈം കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിക്കി എൻസ് വരുന്ന രീതിയിലുള്ള, അതായത് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഭാഗം ഇതിൽ വരുന്ന രീതിയിലുള്ള ഒരു മുറിക്കലാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് നേരെ വന്ന് ഇതിൽ വന്ന് ജോയിൻ ചെയ്യിക്കാനും എളുപ്പമാണ് എന്നുള്ളതാണ് ലിഗേസസ് ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ദി സ്ട്രാൻഡ് എ ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് പാലിൻഡ്രോം സൈറ്റ്. എ ലിറ്റിൽ അവേ ഫ്രം ദി പാലിൻഡ്രോം സൈറ്റ്. നോക്കൂ, ഇതൊരു പാലിൻഡ്രോം സൈറ്റാണ് അല്ലേ? അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് ഈ പാലിൻഡ്രോം സൈറ്റിൽ നിന്ന് ഒന്ന് മാറിയിട്ട് എ ലിറ്റിൽ അവേ ഫ്രം ദി പാലിൻഡ്രോം സൈറ്റ് എന്നുള്ളതാണ്. സെൻറ്ററിലല്ല കട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് എന്നുള്ളൊരർത്ഥമാണ് അവിടെ വരുന്നത്. എ ലിറ്റിൽ അവേ ഫ്രം ദി പാലിൻഡ്രോം സൈറ്റ് ബട്ട് ബിറ്റ്വീൻ ദി സെയിം ടു ബേസസ് ഓൺ ദി ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സ്. എന്താ പറയുന്നത്? ബട്ട് ബിറ്റ്വീൻ ദി സെയിം ടു ബേസസ് ഓൺ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു സ്ട്രാൻഡിൽ ജിക്കും എക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ഏതിൻ്റെ ഇടയിലാണ് ഇത് കട്ട് ചെയ്യുക? ജിക്കും എക്കും ഇടയിലാണ് ഇത് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ദി സ്ട്രാൻഡ് എ ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് പാലിൻഡ്രോം സൈറ്റ് ബട്ട് ബിറ്റ്വീൻ ദി സെയിം ടു ബേസസ് ഓൺ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സ്. അപ്പോൾ എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ഇതാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ദി സ്ട്രാൻഡ് എ ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് പാലിൻഡ്രോം സൈറ്റ് ആൻഡ് ബിറ്റ്വീൻ ദി സെയിം ടു ബേസസ് ഓൺ ദി ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദിസ് ലീവ്സ് സിംഗിൾ സ്ട്രാൻഡഡ് ഓവർഹാങ്ങിങ് സ്ട്രെച്ചസ് അറ്റ് ദി എൻഡ്സ്. ദേ ആർ കോൾഡ് സ്റ്റിക്കി എൻഡ്സ്. ദിസ് ലീവ്സ് സ്റ്റിക്കി എൻഡ്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അത് തന്നെയാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് 3 പോയിൻ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ദ സ്ട്രാൻഡ് എ ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് പാലിൻഡ്രോം സൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് ബിറ്റ്വീൻ ദ സെയിം ടു ബേസസ് ഓൺ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സ്. മൂന്നാമത്തെ പോയിന്റ് ദിസ് ഫോംസ് സ്റ്റിക്കി എൻഡ്സ്. ഇതാണ് ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത്. ഇനി ഈ സ്റ്റിക്കി എൻസിൻ്റെ പ്രത്യേകത, ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് ദർ കോംപ്ലിമെൻ്ററി കട്ട് കൗണ്ടർ പാർട്സ്. ദിസ് സ്റ്റിക്കിനെസ് ഫെസിലിറ്റേറ്റ്സ് ആക്ഷൻ ഓഫ് DNA ലിഗേസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്റ്റിക്കി എൻസ് ഇതിൻ്റെ, അതായത് ഇവിടെ G ആണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്ടാണ് ഈ AATTC എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ ഇതുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് ഇങ്ങനെ ലിഗേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഒട്ടിച്ചു ചേർക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ആ ഒരു പോയിന്റ്. ഇനി when cut by the same restriction enzyme, the DNA fragments have the same kind of sticky ends. ഞാൻ നേരത്തെ പറഞ്ഞു വെക്റ്റർ DNA-യെയും ഫോറിൻ DNA-യെയും ഒരേ എൻസൈം കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെയിം ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റിക്കി എൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. When cut by the same restriction enzyme, the DNA fragments have the same kind of sticky ends and they are joined by DNA ligases. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ചിത്രം ഒന്നും കൂടി കാണാം. ഫോറിൻ DNA ആണിത്, വെക്റ്റർ DNA, പ്ലാസ്മിഡ്. സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് നമ്മൾ ഫോറിൻ DNA കട്ട് ചെയ്യാനും ഈ പറയുന്ന വെക്റ്റർ DNA കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നത്. നോക്കൂ, ലിഗേസസ് ജോയിൻസ്, ഇത് കട്ട് ചെയ്ത DNA ആണ്. ഇതിനെയാണ് നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കേണ്ടത്. ഓക്കെ, പ്ലാസ്മിഡിലേക്ക് കൊണ്ടുവന്ന് ചേർക്കേണ്ടത്. അത് നോക്കൂ, ഈ പ്ലാസ്മിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫോറിൻ DNA ചേർത്തു. അത് റീകോമ്പിനൻറ്റ് DNA ആയി. അപ്പോൾ ഇതിൽ പ്ലാസ്മിഡിൻ്റെ കൂടെ വേറൊരു ഫോറിൻ ജീനാണുള്ളത്. ഇത് റീകമ്പൈൻ ചെയ്യിച്ചു അല്ലേ, നമ്മൾ മുറിച്ചിട്ട് വേറൊരു പാർട്ടിനെ, ഇതിൽ നിന്നൊരു പാർട്ട് അങ്ങോട്ട് മുറിച്ചു മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഫോറിൻ DNA ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർത്തു, ലിഗേറ്റ് ചെയ്തു. ലിഗേറ്റ് ചെയ്യുക എന്നാണ് ഒട്ടിക്കുന്നതിന് പറയുക. ഓക്കെ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് DNA ലിഗേസസ്. ഇതൊരു റീകോമ്പിനൻറ്റ് DNA ആയി. ഈ റീകോമ്പിനൻറ്റ് DNA നമ്മൾ ഈക്കോളൈ ബാക്ടീരിയയിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഹോസ്റ്റിലേക്ക് മാറ്റി. ഈ ഹോസ്റ്റ് സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, ബാക്ടീരിയൽ സെൽസ് ഫോം ചെയ്യും. അതിലൊക്കെ ഈ റീകോമ്പിനൻറ്റ് DNA എത്തിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡോട്ടർ സെൽസിൽ മുഴുവൻ ഈ DNA, അതായത് ഈ റീകോമ്പിനൻറ്റ് DNA കിട്ടിയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾക്ക് വെക്റ്ററിൽ അല്ലെങ്കിൽ വെക്റ്റർ DNA അല്ലെങ്കിൽ നമ്മളുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് നമ്മൾ പറഞ്ഞു. ഫോറിൻ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു, വെക്റ്റർ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു റെസ്ട്രിക്ഷൻ എൻസൈംസ്. കുറച്ച് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം. EcoR1, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് E. coli, എസ്കറീഷ്യ കോളൈ RY strain 13, ഇതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. ഇനി HindIII, ഹിന്ദ് എന്ന് പറയുന്നത് ഹിമോഫിലസ് ഇൻഫ്ലുവൻസെ, സ്ട്രെയിൻ എന്ന് പറയുന്നത് RD എന്നാണ്. ഇനി BAMH1, ബാസില്ലസ് അമൈലോ ലിക്വിഫേഷ്യൻസ് H സ്ട്രെയിൻ. അതേമാതിരി തന്നെ SAL1, സ്ട്രെപ്റ്റോമൈസസ് ആൽബസ് G സ്ട്രെയിൻ. PVO1, പ്രോട്ടിയസ് വൾഗാറിസ്. HAE3, ഹീമോഫിലസ് ഈജിപ്ഷ്യസ്, ഹീമോഫിലസ് ഈജിപ്ഷ്യസ് എന്ന് പറയും. ഓക്കെ, ഇനി SMA1, സെറേഷ്യ മാർസസിൻസ്. അപ്പം ഇങ്ങനെയുള്ള ബാക്ടീരിയകളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് അവർ കട്ട് ചെയ്യുന്നതായിട്ടുള്ള സൈറ്റുകളും അല്ലെങ്കിൽ പാലിൻഡ്രോമിക് സീക്വൻസുകളുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസും അതേമാതിരി തന്നെ ക്ലീവേജ് സൈറ്റുകളുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ EcoR1 നമുക്ക് നോക്കാം. EcoR1 എങ്ങനെയാണ് ഇതിൻ്റെ നെയിമിങ്? നമുക്ക് ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ജീനസ് നെയിം അല്ലേ? ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ജീനസ് നെയിം, എസ്കറീഷ്യ. Second two letters indicate species of the prokaryotic cell from which they were isolated. നോക്കൂ, CO, കോളൈ, എസ്കറീഷ്യ കോളൈ എന്ന് നമ്മൾ പറയും. അപ്പം എസ്കറീഷ്യയുടെ ആ ഒരു E ആണ് ജീനസ് നെയിം ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ടു ലെറ്റേഴ്സ് എപ്പോഴും വരിക അതിൻ്റെ സ്പീഷീസ് നെയിമിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സാണ്. ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദി സ്പീഷീസ് നെയിം, അതായത് സെക്കൻഡ് 2 ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്പീഷീസ് നെയിമിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സാണ്.
ഓക്കെ, ഇനി നോക്കൂ, ഈ ആർ എന്ന് പറയുന്നത് സ്ട്രെയിൻ, പല ടൈപ്പ് ഓഫ് സ്ട്രെയിനുകളുണ്ട് ബാക്ടീരിയയ്ക്ക്. ആർ സ്ട്രെയിൻ ആണ് ഇത്. 1 ആണ്, റോമൻ നമ്പർ ആണ്. ഇത് ആദ്യം ഐസൊലേറ്റ് ചെയ്തത്. ദ ഓർഡർ ഇൻ വിച്ച് എൻസൈംസ് വർ ഐസൊലേറ്റഡ് എന്നുള്ളതാണ്. ഇതിപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഐസൊലേറ്റ് ചെയ്തത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾക്ക് അവിടെ പറയാൻ സാധിക്കുക. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ജീനസ്, second 2 letters indicate species of the prokaryotic cell from which they were isolated. ഇപ്പോൾ ഈക്കോ R1. ഇനി തേർഡ് ലെറ്റർ, ഇത് ഫസ്റ്റ് 2 letters ആണ് അല്ലേ, ഇത് ഫസ്റ്റ് ലെറ്റർ, ഇത് സെക്കൻഡ് 2 letters. ഇനി അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇതിൽ ഈ ആർ എന്ന് പറയുന്നത് 4th ലെറ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് 1 2 3. ഓക്കെ, ഇത് 4th ലെറ്റർ എന്ന് പറയാം. 4th ലെറ്റർ സ്ട്രെയിനിൻ്റെ പേരാണ്. അടുത്തത് 5th വൺ ഒരു റോമൻ ന്യൂമറലായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ നെയിമിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ബാം H1 എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് ബാസിലസ് ജീനസിൻ്റെ ബി ആണ് എടുക്കുന്നത്. പിന്നെ അമൈലോ ലിക്യുഫേഷ്യൻസ് എന്നുള്ളതാണ് അതിൻ്റെ സ്പീഷീസ് നെയിം, AM ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ എല്ലാ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ നെയിമിങ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഫസ്റ്റ് ലെറ്റർ ജീനസ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെറ്റർ വരുന്നത് സ്ട്രെയിനിനെയാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ലെറ്റർ വരുന്നത് അല്ലെങ്കിൽ അടുത്തത് ആഫ്റ്റർ ദി 4th ലെറ്റർ റോമൻ ന്യൂമറലാണ്. അത് ഓർഡർ ഇൻ വിച്ച് ദ എൻസൈംസ് ആർ ഐസൊലേറ്റഡ് എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പാലിൻഡ്രോമിക് സീക്വൻസസ് സ്പെസിഫിക് സീക്വൻസസ് ഇൻ ദി DNA ആണ് എന്ന് പറഞ്ഞു. അത് റെസ്ട്രിക്ഷൻ എൻസൈംസ് തിരിച്ചറിയുന്ന റെക്കഗ്നീഷൻ സൈറ്റാണ് ഈ പാലിൻഡ്രോമിക് സീക്വൻസസ് എന്ന് പറഞ്ഞു. ആ പാലിൻഡ്രോമിക് സീക്വൻസിൽ ചെന്നിട്ട് കട്ട് ചെയ്യുന്ന ടൈപ്പ് എൻസൈംസ് ആണ് ഈ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവർ കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫങ്ഷനിങ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, ഇതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും ഇത് കൃത്യമായിട്ട് 2-3 ആവർത്തി നോക്കി പഠിച്ചു കഴിയണം. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലത് നിൽക്കുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കൺസെപ്റ്റുമായിട്ട് നമ്മൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു.